ദേ ഞങ്ങൾ ഒരിക്കൽ കൂടി പുതിയ ഓണത്തിൻ്റെ വിഭവമായി എത്തിയിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾ റെഡിയാക്കാൻ പോണത് ഒരു നുറുക്ക് ഗോതമ്പും കൊണ്ടുള്ള പായസമാണ്. അപ്പോൾ നമുക്ക് പായസം എങ്ങനെ റെഡിയാക്കണമെന്ന് നോക്കാം. ഞാൻ ഈ ഗ്ലാസ്സിൽ ഒരു 1.5 ഗ്ലാസ് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. ഈ നുറുക്ക് ഗോതമ്പ് അത് ഒരു അരമണിക്കൂർ ഒന്ന് കുതിർത്താനിട്ടു. അത് കുതിർത്തി എടുത്തേക്കണതാണ്. ഇനി ഒരു പ്രഷർ കുക്കറിലേക്ക് ഇത് ഇട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമുക്ക് വെള്ളം ഒഴിക്കാം, കാരണം അത് വെന്ത് വരണമല്ലോ. ഇതിപ്പോൾ നമുക്കധികം ഇതിൻ്റെ ആവശ്യമില്ല, കാരണം നമ്മൾ ഇത് ഒന്ന് കുതിരാനിട്ട കാരണം പെട്ടെന്ന് 2 വിസിൽ വരുമ്പോഴേക്കും വെന്ത് കിട്ടും. ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം. ദേ നമ്മളുടെ ഗോതമ്പ് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ദേ ഒരു 3/4 കിലോ ശർക്കര പാനിയാക്കി ഇതേ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് അരിച്ച് വെച്ചേക്കണതാണ്. നമുക്കതിലേക്ക് നമ്മളുടെ ആ ഗോതമ്പ് ഇട്ട് കൊടുക്കാം. ഗോതമ്പ് കുറച്ചേച്ച് ഇട്ടിട്ട് നമ്മൾ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ശരിക്കും അങ്ങോട്ട് വേവ് ഇങ്ങോട്ട് വെന്തുടഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെ ഉടഞ്ഞു പോയ രസം ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരു 3/4 വേവായിട്ടുള്ളൂ. 1/4 ഭാഗം വേവ് നമ്മൾ ഈ പായസത്തിൽ കിടന്നായിരിക്കും വേകുന്നത്. ഇത് ശരിക്കും ഈ നമ്മളുടെ ഈ ശർക്കരയുടെ നീരായിട്ട് യോജിച്ച് വരണം. അതേ നമ്മുടെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കേണ്ടിട്ട് ഈ ശർക്കരയിലേക്ക് ഇത് മൊത്തം പിടിക്കണം. കുറച്ച് സമയം പിടിക്കൂട്ട് അതങ്ങനെ ആയി കിട്ടാൻ വേണ്ടി. എന്നാൽ മാത്രമേ അത് നല്ല കറക്റ്റായിട്ട് നമുക്ക് പായസം കിട്ടുള്ളൂ കേട്ടോ. ശർക്കര ഇത് യോജിച്ച് വരാനിട്ട് ഇങ്ങനെ വെള്ളം ശർക്കരയുടെ വെള്ളമൊക്കെ വറ്റി ആ നമ്മളുടെ ഗോതമ്പിലേക്ക് കയറി തുടങ്ങിയിട്ടുണ്ട്. ഒന്നും കൂടി അങ്ങോട്ട് ആയി വന്നെ, എന്നാലും നമുക്കിനി നമ്മളുടെ 2ാം പാൽ ഒഴിച്ചു കൊടുക്കാൻ പറ്റും. നമ്മുടെ ശർക്കര അങ്ങനെ ആയി തുടങ്ങിയിട്ടുണ്ട്. ശർക്കരയും ഗോതമ്പും കൂടി ഇത്തിരി നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് ഇത്തിരി നെയ്യ് ഇട്ട് കൊടുക്കാം, കാരണം അടിയിലൊന്നും പിടിക്കാതിരിക്കാനും ഈ ശർക്കരയിലേക്കും ഗോതമ്പിലേക്കൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തിരി നെയ്യ്. അപ്പോൾ ഇതേ നമ്മുടെ ഇത് ഓക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 2ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് 2 തേങ്ങയുടെ പാലാണ്. ഇത്രയും 2ാം പാൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് 1ാം പാൽ, ഇത് 2ാം പാൽ, ഇത് 1ാം പാൽ. അപ്പം നമുക്കിനി 2ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 2ാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് വറ്റിച്ചെടുക്കണം. അതിന് ശേഷം നമ്മൾ 1ാം പാൽ ഒഴിക്കണം കേട്ടോ. ഇത് ശരിക്കും അതിലേക്ക് പിടിച്ചതിന് ശേഷം നമ്മൾ 1ാം പാൽ യോജിപ്പിച്ച് കൊടുക്കും. ഇനി ഇതൊന്നങ്ങോട്ട് ഈ ശർക്കരയും ഈ ഗോതമ്പൊക്കെ ആയിട്ട് അങ്ങോട്ട് മിക്സ് ആവട്ടെ. കുറച്ച് സമയം പിടിക്കും ഇത് വെന്ത് വരാനേ. 2ാം പാൽ ഒഴിച്ചത് അതിലേക്ക് യോജിച്ച് തുടങ്ങിയിട്ടാണ്, നന്നായിട്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ 1ാം പാൽ ഇതിലേക്ക് യോജിപ്പിച്ച് കൊടുക്കാം. 1ാം പാൽ ഒഴിച്ചാൽ അങ്ങനെ തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ആവി വന്നാൽ മതി. ചൂടായി എന്നുള്ളതിൻ്റെ ആവി വന്നാൽ നമുക്ക് അപ്പോൾ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മളുടെ 1ാം പാൽ ചേർത്ത് കൊടുക്കാം. നമ്മളിത് 1ാം പാൽ ഒഴിച്ചു. ഇനി 1ാം പാൽ അങ്ങോട്ട് ചൂടായാൽ നമുക്ക് അപ്പോൾ ഓഫ് ചെയ്യാം. നമ്മളിത് കൂടുതൽ തിളപ്പിച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകും. ഇത് ഇരിക്കുമ്പോൾ ഈ ഗോതമ്പൊക്കെ ആയിട്ട് ഒന്നും കൂടി കുറുകും. അപ്പോൾ നമ്മൾ ഒരു ചൂടൊന്നങ്ങോട്ട് ആയി വന്നാൽ അപ്പം തന്നെ ഓഫ് ചെയ്തേക്കാം. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് ആയിക്കോട്ടെ. ആ പാലും മറ്റേ പാലും ശർക്കരയും ഇതെല്ലാം ആയിട്ട് അങ്ങോട്ട് യോജിച്ച് വരട്ടെ. മധുരമൊക്കെ നല്ല പാകത്തിനുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ആഡ് ചെയ്യേണ്ടത്. നമുക്കിനി ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് വറുത്തിടാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. എന്നിട്ട് നമുക്ക് ഏലക്കാപ്പൊടിയും ചുക്കുപൊടിയൊക്കെ ഇട്ട് ഇറക്കാം.
ഞാൻ പാൻ അടുപ്പത്ത് വെച്ച് ചൂടാവണ്. നമുക്കതിലേക്ക് ലേശം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളുടെ തേങ്ങാക്കൊത്ത് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. ലേശം നെയ്യ് മതി. ഇത് തേങ്ങാക്കൊത്ത് വറുക്കാം. നെയ്യ് അങ്ങോട്ട് ആയി വന്നിട്ടുണ്ട്. അതായത് നമുക്കതിലേക്ക് കുറച്ച് തേങ്ങ ചെറിയതായിട്ട് തേങ്ങ നുറുക്കിയിട്ടുണ്ട് കേട്ടോ. അത് ഇതിനകത്തേക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിത് അതിലേക്ക് യോജിപ്പിക്കാം. ലോ ഫ്ലെയിമിലിട്ട് ചെയ്യണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും കേട്ടോ. തേങ്ങ മൂത്ത് വന്ന് കഴിഞ്ഞിട്ട് വേണം കേട്ടോ നമുക്ക് കശുവണ്ടിയും കുറച്ച് മുന്തിരിയും കൂടി ഇടാം. ആ നെയ്യുടെയൊക്കെ നല്ല വാസന വന്നിട്ടുണ്ട് കേട്ടോ. ആ നെയ്യിൽ കിടന്ന് ഇങ്ങനെ തേങ്ങ വെന്ത് വന്നതിൻ്റെ വാസന. ഇത് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാട്ടോ ഉണ്ടാക്കാൻ. ഇത്തിരി പാടെന്ന് പറയാൻ, തേങ്ങ ചിരകി നമ്മൾ പിഴിഞ്ഞെടുത്ത് വെക്കണം. പിന്നെ ശർക്കര ഉരുക്കിയെടുക്കണം. ഇത് വേവിച്ച് കഴിഞ്ഞ് പിന്നെ ഇത്തിരി ടൈം എടുക്കും. അപ്പം ഞാനിത് മൊത്തത്തിലൊരു 1 മണിക്കൂറിൻ്റെ അടുത്തായി എനിക്കിതിന്. കാരണം അത് വറ്റിച്ചെടുത്തു, അങ്ങനെ ഇങ്ങനെ കുറച്ച് ടൈം. കാരണം തേങ്ങയൊക്കെ റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ആയി കിട്ടും കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടത്. നമ്മൾ ഈ കടയിൽ നിന്ന് മേടിക്കുന്ന പാലടയൊക്കെ വെച്ച് ഉണ്ടാക്കണേക്കാളും കുറച്ചും കൂടി നല്ലതാണ് ഇങ്ങനെ ഈ ഗോതമ്പിലൊക്കെ ഉണ്ടാക്കണത്. പിന്നെ നമ്മൾ നമ്മുടെ വീട്ടിലുണ്ടാക്കുമ്പോൾ അതിൻ്റേതായ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. ഇപ്പോൾ റേഷൻ കടയിൽ നിന്നൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കിറ്റ് കിട്ടിയാലൊക്കെ ഈ ഗോതമ്പിൻ്റെ ഈ നുറുക്ക് ഗോതമ്പുണ്ട്. അപ്പോൾ ഈ ഓണത്തിന് എല്ലാവർക്കും ആ ഗോതമ്പ് വെച്ച് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതുള്ളൂ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. തേങ്ങാപ്പാൽ വേണം, അതാണ് മെയിൻ. 1-ാം പാല് 2-ാം പാൽ എടുക്കുക. എന്നിട്ട് നന്നായിട്ട് വറ്റിച്ചതിന് ശേഷം എടുത്തത് 2 ദിവസം പുറത്തിരുന്നോളും. ഒരു കേടും വരാതെ, ഒരു കുഴപ്പമില്ല. കശുവണ്ടി ഇട്ട് കൊടുക്കുക കേട്ടോ. കുറച്ച് കശുവണ്ടി കൂട്ടത്തിൽ കൂടെ തന്നെ അങ്ങോട്ട് ആയിക്കോട്ടെ. ഒന്ന് പയ്യെ ചൂടാറി ഒരു കളർ അങ്ങോട്ട് ആയി വരുമ്പോഴേക്കും കുറച്ച് മുന്തിരിയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങയുടെ നിറമൊക്കെ മാറി തുടങ്ങി. തേങ്ങ ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. അല്ലെങ്കിൽ നിർബന്ധമില്ല. അല്ലെങ്കിൽ കശുവണ്ടിയും മുന്തിരിങ്ങയും മാത്രം ഇട്ടാലും മതി. ഇനി നമുക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. കശുവണ്ടി മുന്തിരി മാത്രം മതി, നിർബന്ധമൊന്നുമില്ല. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ തേങ്ങയൊക്കെ ഉണ്ടായി. പിന്നെ ഇങ്ങനത്തെ ഗോതമ്പ് പായസം അങ്ങനെയൊക്കെയുള്ള പായസങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കശുവണ്ടി മാത്രമല്ല അതിന് തേങ്ങയും കൂടിയൊക്കെ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. പിന്നെ കപ്പലണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിലക്കടല ആ കപ്പലണ്ടിയൊക്കെ വേണമെങ്കിൽ അതും ഇടാം കേട്ടോ. ടേസ്റ്റി ആയിരിക്കും. ഇത് ഓക്കെ ആയി. ഇനി നമുക്കിത് ഓഫ് ചെയ്തിട്ട് നമ്മളുടെ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. പായസത്തിലേക്ക് ചേർത്തു. നമ്മൾ ചെയ്ത് വെച്ചേക്കണ ഇതെല്ലാം ചേർത്തു. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പുപൊടിയും ഏലക്കയുടെ പൊടിയും കൂടി ചേർക്കാൻ പോകട്ടോ. ഞാൻ ആദ്യം കുറച്ച് ചുക്കിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. അവിടെ യോജിക്കട്ടെ. ചുക്കിൻ്റെ പൊടി എല്ലാത്തിലേക്കും ആയിക്കോട്ടെ. ഏലക്ക ഞാൻ സ്വല്പം പഞ്ചസാര ചേർത്ത് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഏലക്കയുടെ പൊടി, ഏലക്ക പഞ്ചസാര ചേർത്ത് അടിച്ചതാണ്, പെട്ടെന്ന് ഇങ്ങോട്ട് അടിഞ്ഞു കിട്ടാൻ വേണ്ടി. അപ്പം നമ്മളുടെ സ്വാദിഷ്ടമായ ഓണത്തിൻ്റെ പായസം റെഡിയായി. ഞാനൊക്കെ ഒന്ന് കഴിച്ച് നോക്കി. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പറയാൻ മറന്നുപോയിട്ടാ, ഒരു ലേശം ഉപ്പ് ഞാൻ ഇട്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ മധുരം എപ്പോഴും ഇടുമ്പോൾ അതിനൊരു കോമ്പൻസേറ്റ് ചെയ്യാൻ എപ്പോഴും ലേശം ഉപ്പിടണം. ഞാനത് ഇട്ടായിരുന്നു. അത് ഇട്ടപ്പോൾ വീഡിയോ ഓണാക്കാൻ മറന്നുപോയിട്ടാ. അപ്പോൾ ഉപ്പും ലേശം ഇട്ടിട്ട് നമ്മൾ ഇത് ഓഫ് ചെയ്ത്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. ചൂടാറി കഴിഞ്ഞിട്ട് എല്ലാവരും കഴിക്കുക. അത് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയെന്നുള്ളൊരു പ്രതീതി വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമ്മൾ നാളെ അടുത്ത പുതിയ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ഓണാശംസകൾ.